മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് 29 വ്യാഴാഴ്ചയാണ്. മലയാള മാസം ഇടവം 15, അതായത് ഇടവപ്പാതിയാണ് ഇന്ന്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഇടവപ്പാതിയോടെ എന്നാണ് പറയുക. ഇന്ന് 4 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലേക്കാണ്. അവിടെ PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാടിനി എന്താകുമെന്നതിലാണ് ഇനി ആകാംക്ഷ. അങ്ങനെ നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്നതിനും കൂടിയാണ്. വിശദമായ വാർത്തകളിലേക്കാണ്. വിശദമായ വാർത്തകളിലേക്കാണ്. ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്നതും കാലവർഷത്തെ സ്വാധീനിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 1 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്തു നിന്നും, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്നും, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും, ഒപ്പം AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. MG പ്രതീഷ് അവിടെ നിന്നും നൽകും കൂടുതൽ വിശദാംശങ്ങൾ. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മഴ സാഹചര്യം എന്താണ്? വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ചും 4 ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ? പ്രജിൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. 4 ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അതായത് ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അതായത് അതിശക്തമായ മഴയും അതിതീവ്രമായ മഴയും വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ ജില്ലകളിൽ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലേക്കും ഒപ്പം ഈ ഉള്ള യാത്രകൾ കുറയ്ക്കണം, നദീതീരങ്ങളിൽ ഇറങ്ങരുത്, നദീതീരങ്ങളിലേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരും. മലബാർ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ കൂടുതൽ ഉണ്ടായിരുന്നത്. അത് മാറി തെക്കൻ കേരളത്തിലേക്കും അതിതീവ്ര മഴ എത്തുന്നു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ തന്നെ പറയുന്ന കാര്യം. തീരമേഖലയിലുള്ളവരും മലയോര മേഖലയിലുള്ളവരുമാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത്. ജൂൺ 1 വരെ മത്സ്യബന്ധനത്തിന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ ഈ തിരമാലകൾക്ക് ഈ 3.7 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ നാളെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് ഉടനൊന്നും തന്നെ ഒരു ശമനം ഉണ്ടാകില്ല എന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും ഈ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറണമെന്നതാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. ഈ സംസ്ഥാനത്തെ മഴക്കെടുതികൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ തന്നെ പ്രത്യേക കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. ഏതായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് രാവിലെ മഴയില്ല. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രജിൻ, ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. ഇനി കാസർഗോഡേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അരുൺ പാറക്കലുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. മലയോര മേഖലയാണ്, മഴ തീവ്രമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. വിവരങ്ങൾ പറയും. കാസർഗോഡ് റെഡ് അലേർട്ടാണ്. കാസർഗോഡ് ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാസർഗോഡ് നഗരത്തിലൊന്നും കാര്യമായ മഴയില്ല. മലയോര മേഖലയിലും മഴ കുറവാണെന്ന് പറയുന്നുണ്ട്.
എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാസർകോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ പൂർണ്ണമായും സന്ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് തെക്ക്, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയാണ്. മരങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസവും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം ഇന്നും നാളെയും പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ബീച്ചുകളിലും പ്രവേശനം വിലക്കി എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മലയോര മേഖലകളിൽ രാത്രികാലങ്ങളിൽ യാത്ര പാടില്ല എന്നൊരു കാര്യം കൂടി ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായും ജാഗ്രത വേണ്ടത്. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലൊക്കെ തന്നെ NDRF സംഘം ഇന്നലെ അവിടെ പരിശോധന നടത്തിയിരുന്നു. എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ഡ്രൈനേജ് സിസ്റ്റം, അതായത് ദേശീയപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മഴ ഇന്നും നാളെയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും കൈക്കൊണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ക്രിസ്റ്റീന പ്രജിൻ. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് ഇനി കണ്ണൂരിലേക്കാണ്. അവിടെയും ഇന്ന് റെഡ് അലേർട്ടാണ്. അരുൺ പൂപ്പറമ്പ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. കണ്ണൂരിലെ മഴ സാഹചര്യം എന്താണ്? റെഡ് അലേർട്ടിന് സമാനമായ മഴ ഏതൊക്കെയിടങ്ങളിൽ പെയ്യുന്നുണ്ട്? ഒപ്പം ജാഗ്രതാ നിർദ്ദേശം അത് ഏതൊക്കെ മേഖലകളിൽ നൽകിയിട്ടുണ്ട്? മലയോര മേഖലയിലെ സാഹചര്യം എന്താണ്? പ്രജിൻ, ഇന്നലെ കണ്ണൂർ ജില്ലയിൽ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടെയാണ് വീണ്ടും മഴ ശക്തിപ്പെട്ടത്. ഇപ്പോൾ ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലെല്ലാം ഇടവിട്ട ശക്തമായ മഴയുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ പെയ്ത ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റാണ് വിവിധയിടങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ വീശിയത്. അതേ തുടർന്നാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത്. ഈ മലയോര മേഖലയിൽ പ്രത്യേകം ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെടെ ചെറുപുഴ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഈ മലയോര മേഖലയിൽ അവിടെ എന്തെങ്കിലും ഈ വെള്ളപ്പൊക്കം അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിലൊക്കെ അവിടെ പ്രാദേശിക സംവിധാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം, ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതുടൻ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ പ്രത്യേകം നൽകിയിട്ടുമുണ്ട്. എന്തായാലും ജില്ലയിൽ വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമാകും. പുഴകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്നലെ മഴ മാറി നിന്നെങ്കിൽ പോലും ജലനിരപ്പ് താഴുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെയും ഇന്നുമായി എവിടെയും ഈ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും, കാര്യമായ നാശനഷ്ടങ്ങളൊന്നും എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം പാൽച്ചുരം കണ്ണൂർ വയനാട് പാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പാൽച്ചുരത്തിലൂടെയുള്ള രാത്രികാല യാത്രകൾക്ക് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ അതിലൂടെ യാത്ര ചെയ്യരുത്. വീണ്ടും മണ്ണിടിച്ചിലും വലിയ കല്ലുകളൊക്കെ പാതയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം എന്തായാലും നൽകിയിട്ടുണ്ട്. യാത്രക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ് ജില്ലാ കളക്ടർ എന്തായാലും പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അത് കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലായി അത്തരം പ്രശ്നങ്ങളുണ്ട്. ദേശീയപാതയുടെ ഓരത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളൊക്കെ ഉണ്ട്. അവിടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധനയുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ നിന്നുമൊക്കെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് എത്തി, പ്രത്യേകിച്ച് കുപ്പം ഉൾപ്പെടെയുള്ള മേഖലയിൽ നേരിട്ടെത്തി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. കുപ്പത്തുൾപ്പെടെ ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ഇന്നലെ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ ശക്തിപ്പെട്ടാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഇടവിട്ട സമയങ്ങളിലാണ് മഴ പെയ്യുന്നത്. മഴ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് ജില്ലയിലുള്ളത്. ഇന്നലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു കണക്കനുസരിച്ച് മാർച്ച് 1 മുതലുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ള ജില്ല അത് കണ്ണൂർ ജില്ലയാണ്. അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്താലും കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ജില്ലാ ഭരണകൂടം ജില്ലയിൽ സ്വീകരിച്ചിട്ടുണ്ട്.
ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ എ ബി ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ മലയോര മേഖല ഏറെയുണ്ട്. ഒപ്പം തന്നെ അവിടെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാവിലെ മുതൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് വലിയൊരു മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ ജില്ലയിൽ വലിയൊരു ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം പുലർത്തുന്നത്. കാരണം ഇന്നും നാളെയും റെഡ് അലേർട്ടും മറ്റന്നാൾ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയും ഒപ്പം തന്നെ വനമേഖലയും കൂടുതലുള്ള ജില്ലയിൽ ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മുൻകൂറായി ജില്ലാ ഭരണകൂടം കൂടുതൽ നടപടികൾ, ജാഗ്രതാ നടപടികൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ജില്ലയുടെ മലയോര മേഖലയിലുള്ള രാത്രികാല യാത്രകൾ നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചിടാനുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടം എന്തായാലും എടുത്തിട്ടുണ്ട്. 1-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ ജില്ലയിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ വലിയ തോതിലുള്ള ഒരു മഴ മലയോര മേഖലയിലും വനത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് ഏറെക്കുറെ ശാന്തമായൊരു അന്തരീക്ഷമാണ് ഉള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം രാവിലെയോടുകൂടി മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. അത്തരത്തിലുള്ള ജാഗ്രത പുലർത്തണം. ഈ നദീതീരങ്ങളിലും മറ്റും ഇറങ്ങുന്ന ആളുകൾ വലിയ കരുതൽ ഉണ്ടാകണം. അങ്ങനെ ഇറങ്ങുന്നത് ഒഴിവാക്കണം. ഒപ്പം തന്നെ നദികൾ മുറിച്ചു കിടക്കാനോ മറ്റു തരത്തിലുള്ള സാഹസങ്ങൾക്കോ തുനിയരുതെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രത പത്തനംതിട്ട ജില്ലയിലുണ്ട്. അത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും മഴ മൂലമുള്ള മറ്റു തരത്തിലുള്ള അപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറെക്കുറെ ശാന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നിലവിലുള്ളത്. പ്രജിൻ ക്രിസ്റ്റീന. ശരി, വിജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇടുക്കിയിലേക്ക് പോകുന്നതോടെ രാഹുൽ വിജയൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇടുക്കിയിലെ മഴ സാഹചര്യം? ഈ ഹൈറേഞ്ചിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടേക്കുള്ള ഗതാഗത തടസ്സമാണ്. പല റോഡുകളും ആ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഗതാഗത യോഗ്യമല്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉണ്ട്. ശക്തമായ മഴയും കാറ്റും പല മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ സാഹചര്യം? നമ്മളിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. പക്ഷേ രാത്രിയിൽ അങ്ങനെ ആയിരുന്നില്ല. അതിശക്തമായ മഴയായിരുന്നു. മൂന്നാർ, അടിമാലി, വാളറ, നേര്യമംഗലം ഈ മേഖലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. കാരണം നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത നവീകരണം നടക്കുകയാണ്. അവിടെ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ട്. പലപ്പോഴും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് രാത്രികാല യാത്ര നിരോധിച്ചിരുന്നു. ഇതിനിടയിലും മരം കടപുഴകി വീഴുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതൊക്കെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി രാവിലെ 7 മണി മുതൽ വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ടാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തോട്ടം മേഖലയിൽ അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജോലിയിൽ ഒക്കെ ഏർപ്പെടുന്നവർ ഇന്ന് ജോലിക്ക് ഇറങ്ങാൻ പാടില്ല. നാളെയും അത് പാടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. തോട്ടം മേഖലയിൽ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തൊഴിലാളികളെ ജോലിക്ക് ഇറക്കുകയാണ് എങ്കിൽ തോട്ടം ഉടമയ്ക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് 5 ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 4 ദിവസം പെയ്ത മഴയിൽ വ്യാപകമായി നഷ്ടമുണ്ടായത് 50 വീടുകൾക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയിലും ശക്തമായ കാറ്റ് പല മേഖലയിലും വീശിയിട്ടുണ്ട്. മാത്രമല്ല ഈ വൈദ്യുതി ബന്ധം പല ഭാഗങ്ങളിലും താറുമാറായി കിടക്കുകയാണ്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ അല്പം സമയം വേണ്ടിവരുമെന്ന് KSEB പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മഴയ്ക്കിപ്പോൾ ഒരു അല്പം ശമനമുണ്ട് എങ്കിൽ കൂടിയും ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ച് പറയാനുള്ളത്. 2 ഡാമുകളും ഇടുക്കിയിൽ തുറന്നിരിക്കുകയാണ്, കല്ലാറുകുട്ടിയും മലങ്കരയും. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി ഫെഡറൽ കോടതി. തീരുവ നടപ്പാക്കാനുള്ള തീരുമാനം US പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മധു, വെരി ഗുഡ് മോർണിംഗ്. അവിടെ
ഗുഡ് ഈവനിംഗ് ആണ്. എന്താണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പുതിയ തീരുമാനവും ഉത്തരവും? അത് ഏത് രീതിയിലാണ് ട്രംപിന് തിരിച്ചടിയാകുന്നത്? കാരണം അധിക തീരുവ ഏർപ്പെടുത്തിയ തീരുമാനം നേരത്തെ ട്രംപ് അറിയിച്ചത് മുതൽ ലോകക്രമം ആ രീതിയിൽ മാറിത്തുടങ്ങിയിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ കോടതി ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരീക്ഷണങ്ങളും ഉത്തരവും? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. വൈറ്റ് ഹൗസിലെ റോസ് ഗാർഡൻസിൽ പരസ്യമായി ഈ തീരുവകളൊക്കെ പ്രഖ്യാപിച്ച് ലോകത്തെ മിക്ക പ്രധാന രാജ്യങ്ങൾക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഈ പകരച്ചുങ്കം ആഗോളതലത്തിൽ തന്നെ വ്യാപാര മേഖലയിൽ വലിയ അങ്കലാപ്പും അതുപോലെ ചലനങ്ങളും ഒക്കെ സൃഷ്ടിച്ചിരുന്നു. നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിലപേശലുകളും ഇപ്പോഴും വാഷിംഗ്ടണിൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ ഫെഡറൽ ട്രേഡ് കോടതി ഇത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന അധികാര പരിധിക്കും അപ്പുറമാണ് ഈ അധിക ചുങ്കം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനമെന്നാണ് ഈ 3-അംഗ ഫെഡറൽ കോടതി പറയുന്നത്. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട 2 കേസുകളിലാണ് കോടതി വലിയ തോതിൽ ഈ തീരുവ ഏർപ്പെടുത്തിയത് തടഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ഈ വ്യാപാര ബന്ധങ്ങളെയൊക്കെ പുനഃക്രമീകരിക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഈ വിധി താൽക്കാലിക തിരിച്ചടി നൽകിയിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം ഔദ്യോഗികമായി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇതോടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും ഈ പറയുന്ന കേസുകൾ കൊടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനികളുമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് സുപ്രീം കോടതിയിൽ ഇതോടെ വഴിയൊരുങ്ങുകയാണ്. ക്രിസ്റ്റീന, പ്രജിൻ. മധു, ഒരു കാര്യം കൂടി, ഈ അമേരിക്കൻ ഭരണഘടന പറയുന്നതനുസരിച്ചിട്ട് US കോൺഗ്രസിനാണ് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരമുള്ളത്. ആ അധികാര പരിധിക്ക് അപ്പുറം നിന്ന് ഒരു പ്രസിഡന്റ് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ ഈ ഫെഡറൽ ട്രേഡ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്, അത് തടയപ്പെട്ടത്. ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഒപ്പം തന്നെ മാർക്കറ്റ് വലിയ ചീറലാണല്ലോ, മാർക്കറ്റ് വളരെ നന്നായി പോകുന്നുണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഇത്തരം തീരുമാനങ്ങൾ US കോൺഗ്രസിന്റെ അനുമതിയോട് കൂടിയാണ് നൽകേണ്ടതെന്ന് പറഞ്ഞ ഒരു വാദം ഉണ്ടായിരുന്നു. ആ വാദത്തോടാണ് ഇപ്പോൾ ഈ ട്രേഡ് കോർട്ടും യോജിച്ചിരിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇത് പറയുന്നത് വർഷങ്ങളായിട്ട്, ഏതാണ്ട് 49 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് വ്യാപാര കമ്മി പല രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്കുണ്ട്. ഇതൊരു അടിയന്തര ഘട്ടമാണ്. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ US പ്രസിഡന്റിനെ ഇടപെടുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് എന്നുള്ളൊരു വാദം ഉദ്ധരിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു നീക്കത്തിന് നീങ്ങിയത്. ഇനിയും ഇത് നിയമത്തിന്റെ വഴിയിലാണ്. സുപ്രീം കോടതിയാണ് ഇതിനകത്ത് ഒരു അന്തിമ വിധി പറയേണ്ടത്. കൃഷ്ണ, പ്രജിൻ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര പങ്കുവച്ചത്. ട്രംപിന് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പകരച്ചുങ്കം അത് വലിയ രീതിയിൽ തന്റെ രാഷ്ട്രീയ വിജയമായി തന്നെ ട്രംപ് പറയുന്ന സമയത്താണ് ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് അതിൽ ട്രംപ് പ്രതികരിക്കുന്നത്, നിയമപരമായി എങ്ങനെയാണ് ട്രംപിന്റെ ഭരണകൂടവും നീങ്ങുക എന്ന് കാത്തിരുന്ന് കാണാം. ഇനി നമ്മൾ പോകുന്ന ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് യോഗത്തിനു ശേഷം തീരുമാനമുണ്ടാകും. PV അൻവർ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതിനാൽ അൻവറിന്റെ ഇനിയുള്ള തീരുമാനം നിർണായകമാണ്. നാളെ വൈകിട്ടോടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. NDA മുന്നണിയിൽ BDJS മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് വിപിൻ C വിജയനാണ് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വികാരഭരിതനായി പല കാര്യങ്ങളും പറയുന്ന ഒരു PV അൻവറിനെ കണ്ടു. അതിനുശേഷം ഇന്ന് എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം? ഇനി ഏത് തരത്തിലായിരിക്കും PV അൻവറിന്റെ ഭാഗത്തു നിന്നൊരു കരുനീക്കം ഉണ്ടാവുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഈ പറഞ്ഞതുപോലെ തന്നെ UDFനെ സംബന്ധിച്ച് ഈ PV അൻവറിന്റെ മുന്നണി പ്രവേശനം എന്നതൊരു കീറാമുട്ടിയായ പ്രശ്നം തന്നെയായി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു അവസാനവട്ട ശ്രമം എന്നുള്ള നിലയ്ക്ക് PV അൻവർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണുമെന്നും അദ്ദേഹമാണ് ഇനി ഒരു അവസാന പ്രതീക്ഷയെന്നും പങ്കുവച്ചത്. അങ്ങനെ അദ്ദേഹം കോഴിക്കോട് പോയിരുന്നു എന്നുണ്ടെങ്കിലും അതിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അനുമതി, ഒരു സമയം KC വേണുഗോപാൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച, നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. പക്ഷേ ഫോൺ
ഫോണിലൂടെയുള്ള സമവായ ചർച്ചകൾ അത് ഇപ്പോഴും UDF നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതൃയോഗം നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് മഞ്ചേരിയിലാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളതിലേക്കാണ് എത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒരു ദിവസം കൂടി, അതായത് PV അൻവർ പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ, ഒരു ദിവസം കൂടി കാത്തിരുന്ന ആ ഒരു അവസാനവട്ട ചർച്ച കൂടി കഴിഞ്ഞിട്ട് തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ള ഇതിലായിരിക്കും. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളത് അവരുടെ അണികൾക്കിടയിൽ ഒരു പൊതുവികാരം രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ PV അൻവറിന് വേണ്ടി അദ്ദേഹം തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. മലയോര ജനതയുടെ നായകൻ എന്നൊക്കെയാണ് അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ള ഒരു നിലയ്ക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇന്നത്തെ ഈ യോഗം വളരെ നിർണായകമാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയുകയും ചെയ്യാം. അത് ഒപ്പം തന്നെ ഈ കേരളത്തിലെ UDFനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു കൂടിയാലോചനകളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അൻവർ തീരുമാനിക്കട്ടെ എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ UDFനെ സംബന്ധിച്ച് അവർ അവരുടെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പൗരപ്രമുഖരെയൊക്കെ ആര്യടൻ ഷൗക്കത്ത് കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ പഞ്ചായത്ത് തല നേതൃയോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് അവിടെയും ആ ഒരു അനിശ്ചിതത്വം നീങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം BJP മത്സരിക്കുമോ അതല്ല BDJS തന്നെയാണോ എന്നുള്ളത്. ഏറെക്കുറെ BDJS മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. SDPI അടക്കം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. വൈകുന്നേരത്തോടുകൂടി ആ സ്ഥാനാർത്ഥി ആരെന്നും കൂടി അറിയുന്നതോടുകൂടി ഒരു ചിത്രം ഏറെക്കുറെ വ്യക്തമാവും. PV അൻവർ മത്സരരംഗത്തുണ്ടാകുമോ അതോ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതിൽ മാത്രമാണ് ഇനിയൊരു രാഷ്ട്രീയ ആകാംക്ഷ നിൽക്കുന്നത്. അതിനുള്ളിൽ സമവായമാകുന്നതിനുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളതും ഗൗരവമുള്ള കാര്യമാണ്. പിന്നെ അതാണ് അവിടുത്തെ ഒരു പൊതുചിത്രം. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്നത് UDFന്റെ രാഷ്ട്രീയമായ നിലപാട് എന്താണ് എന്നുള്ളതാണ്. കാരണം ഈ വിഷയം, അതായത് PV അൻവറിന്റെ വിഷയം വന്നപ്പോൾ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ലീഗ് പറയുന്നു, ഇപ്പോഴും പറയുന്നു PV അൻവറിനെ ആ രീതിയിൽ പിണക്കേണ്ടതില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. അതിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ PV അൻവർ വിഷയത്തിൽ UDFനുള്ളിൽ പല അഭിപ്രായങ്ങൾ പറയുന്ന നേതാക്കളായി വരികയാണ്. അപ്പോൾ അതൊരു ഏകസ്വരത്തിലേക്ക് എപ്പോഴാണ് അന്തിമമായി വരിക? കാരണം ഇന്നലെ ഏറ്റവും ഒടുവിൽ മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ VD സതീശനെതിരെ കൃത്യമായി നിലപാട് പറയുന്നതും കണ്ടതാണ്. അപ്പോൾ അതിലൊക്കെ ഒരു ഏകസ്വരം എങ്ങനെയാണ് UDFൽ ഉരുത്തിരിഞ്ഞു വരിക? ആരാണ് അതിനെ മുൻകൈ എടുക്കുക? അതിൽ തന്നെയാണ് ഒരു പ്രതിസന്ധി ഉള്ളത്. കാരണം ആര് ആദ്യം എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് VD സതീശൻ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സംബന്ധിച്ച് അവർ പറയുന്നത് ആദ്യം ഈ AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ PV അൻവർ ആദ്യം പറയട്ടെ, അതിനുശേഷം സഹകരണം ഉറപ്പാക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ സഹകരിപ്പിക്കണം, മുന്നണി പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചർച്ചയാകാം എന്നുള്ളതാണ്. കാരണം AICC തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം വളരെ മോശമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു. എന്നാൽ PV അൻവർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് UDFന്റെ വിജയ സാധ്യതകളെ വലിയ രീതിയിൽ ബാധിക്കും. അദ്ദേഹത്തിന് ഇവിടെ ഒരു അൻവർ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് K സുധാകരനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ കരുതുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും വിജയ സാധ്യതയാണ് അവരും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമവായ ചർച്ചയിലേക്ക് ഒപ്പം തന്നെ അതിലൊരു പാലമായി പ്രവർത്തിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഇത്ര മുന്നിട്ട് ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആര് ആദ്യം എന്നുള്ള ഒരു മുപ്പിളമ തർക്കം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. PV അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യം മുന്നണി പ്രവേശനം 5 മാസമായില്ലേ കത്ത് കൊടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ആദ്യം മുന്നണി പ്രവേശനം, അതിനുശേഷം ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു തീരുമാനത്തിലുമാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിപിൻ സിരിജനാണ് നിലമ്പൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. അവിടുത്തെ രാഷ്ട്രീയ നിലപാട് PV അൻവറിന് എന്തു പറയും എന്നുള്ളതിലാണ് ആകാംക്ഷ ബാക്കിയാവുന്നത്. രണ്ട് പുതിയ വാർത്തകൾ കൂടിയുണ്ട്. അതിലൊന്ന് മോക്ക് ഡ്രിൽ മാറ്റിവെച്ചു എന്നതാണ്. അതിർത്തി സംസ്ഥാനങ്ങൾ നിശ്ചയിച്ചിരുന്ന മോക്ക് ഡ്രിൽ മാറ്റിവെച്ചു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രഖ്യാപിച്ച മോക്ക് ഡ്രില്ലാണ് ഭരണപരമായ കാര്യങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ലഹരിക്കെതിരെ പ്രഭാത നടത്തവുമായി തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല എന്ന വാർത്തയാണ്. MG പ്രതീഷ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തത്സമയം ചേരുകയാണ്. പ്രതീഷ്, രമേശ് ചെന്നിത്തലയുടെ ഈ പ്രഭാത നടത്തം അത് ലഹരിക്കെതിരെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ മറ്റ് നേതാക്കളും പ്രഭാത നടത്തത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എവിടെ എത്തി, എവിടെ നിന്ന് എങ്ങോട്ടാണ് നടത്തം? ലഹരി ഒരു സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞു. ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം വിവിധ സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നു വരികയാണ്. ഇതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ
ലഹരിക്കെതിരായ ഒരു പ്രഭാത നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം മുതൽ മാനവീയം വീഥി വരെയാണ് പ്രഭാത നടത്തം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ നിന്ന് ഈ പ്രഭാത നടത്ത റാലി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഹരി വലിയൊരു വിപത്തായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രഭാത നടത്തം അതിനൊരു എതിരായിട്ടുള്ളതാണോ? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വിപത്തായി മാറിയിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിലുള്ള വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ്. ഇത് ആദ്യം ആരംഭിച്ചത് കോഴിക്കോട് കടപ്പുറത്ത് നിന്നാണ്. ഇപ്പൊ തിരുവനന്തപുരത്താണ്. കേരള വ്യാപകമാക്കാനുള്ള തീരുമാനമാണ്. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ളവരും ഒരുമിച്ച് അണിനിരക്കണം. ജനങ്ങൾ ഇതിനെതിരായി നമുക്ക് അണിനിരത്തണം. എങ്കിൽ മാത്രമേ ഈ വിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ. അതിൽ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പ്രജിൻ, രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി ഒരു വലിയ വിപത്തായി മാറിക്കഴിഞ്ഞു. ഇതിനെതിരായി ഒന്നിച്ചുള്ള ഒരു പോരാട്ടം വേണമെന്നതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിന്റെ കൂടി ഭാഗമായാണ് പ്രൗഡ് കേരള എന്ന സംഘടന സംഘടിപ്പിക്കുന്ന പ്രഭാത നടത്തം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നത്. ഈ മ്യൂസിയത്തിൽ നിന്ന് ആരംഭിച്ച പ്രഭാത നടത്ത റാലി മാനവീയം വീതിയിലാണ് സമാപിക്കുന്നത്. ജനപ്രതിനിധികളും മറ്റ് സാംസ്കാരിക പ്രതിനിധികളടക്കം ഈ ലഹരി നടത്തത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വലിയ ഒരു ജനകീയ പങ്കാളിത്തം ഈ റാലിയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അത്തരത്തിലൊരു പങ്കാളിത്തം ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കോഴിക്കോട് സമാനമായ പ്രഭാത നടത്ത റാലി സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും ഈ റാലി സംഘടിപ്പിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് MG പ്രതീഷാണ്. ലഹരിക്കെതിരെ പ്രഭാത നടത്തവുമായി രമേശ് ചെന്നിത്തല. നിരവധി പേരാണ് ഈ പ്രഭാത നടത്തത്തിൽ പങ്കെടുക്കുന്നത്. മോർണിംഗ് ന്യൂസ് തുടരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇടുക്കി കരിമണ്ണൂരിൽ ഭവനരഹിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുകയാണ്. ഫ്ളാറ്റിനുള്ളിലെ പല ഭാഗങ്ങളും അടർന്നു വീഴുകയാണ്. ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് കൈമാറി 2 വർഷം തികയുമ്പോഴാണ് ഈ ദുരവസ്ഥ. സർക്കാർ മോഹന വാഗ്ദാനം നൽകി പറ്റിച്ചുവെന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി. എന്നാൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്നാണ് കരിമണ്ണൂർ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന മറുപടി. ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം സാങ്കേതിക വിദ്യ, 17 ലക്ഷം രൂപ മതിപ്പുവില, കട്ടയും സിമന്റുമില്ലാതെ വേർതിരിച്ച മുറികൾ, ഇതൊക്കെയായിരുന്നു ഫ്ളാറ്റിന് സർക്കാർ പറഞ്ഞ മേന്മകൾ. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം തികയുമ്പോഴാണ് താമസക്കാരുടെ ഈ ഗതികേട്. ചെറിയ മഴയിൽ തന്നെ ഭിത്തി നനഞ്ഞ് കുതിർന്നിടിയാൻ തുടങ്ങി. സീലിംഗ് ഇളകി വീണു. 4ാം നിലയിലെ മുറിക്കുള്ളിൽ ചോർച്ച. ഇപ്പോൾ മഴ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ജീവനെ പറ്റി കിടക്കാൻ പറ്റില്ല. ഒന്നതോ കാര്യം സർക്കാർ തന്നതാണ്, നല്ല കാര്യമാണ് സംഭവിച്ചു. പക്ഷേ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യുന്നത് കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ അവസ്ഥ നനയുമാണ് കംപ്ലീറ്റ്. താഴേക്ക് ഇത് എപ്പോൾ വരും അറിയാൻ പാടില്ല. വീണ്ടിരിക്കുന്ന നാട്ടിലെ ഇത് അത്രയും പോന്നു, എപ്പോൾ താഴേക്ക് വരും അറിയാൻ പാടില്ല. 36 കുടുംബങ്ങളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഫ്ളാറ്റിനു പകരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ആവശ്യം. ഞങ്ങൾ ഈ ഇതിനകത്തുനിന്ന് രക്ഷിക്കുകയാണ്. ഒരടപ്പമുള്ള മുറി, ഒരു വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നാലെ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. അത് ഞങ്ങളെ ഇവിടുന്ന് എല്ലാവരും കിടക്കണവരാ. ആരും ഏറ്റോടാൻ പറ്റാത്തവർ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടെ 12 മണി വരെ ഉറങ്ങാതെ പുറത്ത് നിൽക്കുമായിരുന്നു. മഴ പെയ്യുമ്പോൾ അകത്തേക്ക് കയറി വരും, പിന്നെ ഈ പുറത്തേക്ക് പോയി നിൽക്കും ഈ പിള്ളേരെയും കൊണ്ട്. ഇവർ വരുന്നവരൊക്കെ ഫോട്ടോ എടുക്കുന്നു, നിങ്ങൾക്ക് ശരിയാക്കി തരാം. ഇതല്ലാതെ ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. സർക്കാരിന്റെ ഒരു ഭവന പദ്ധതിയിൽ ഇടം പിടിച്ചതിനാൽ മറ്റൊരു ആനുകൂല്യം ഈ കുടുംബങ്ങൾക്ക് ഇനി കിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവനിൽ പേടിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ഭയങ്കര പേടിയാണ്. ഭയങ്കര സൗണ്ടോട് കൂടിയ ഇത് ഉരുണ്ടിയാടി. ഇന്നലെ ഞങ്ങൾ നെട്ടോട്ടം ഓടുമായിരുന്നു. ഇത് എവിടെ നിന്നാ, മേളിൽ നിന്നാണോ താഴെ നിന്നാണോ ഒരു പിടിയുമില്ല. നിഖിൽ നിളയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. സംസ്ഥാനത്ത് പതിവ് തെറ്റാതെ ഇത്തവണയും മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയം. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതും ഫണ്ടിനായുള്ള കാത്തിരിപ്പുമാണ് പ്രവർത്തനങ്ങൾ താളം തെറ്റിച്ചത്.
തലസ്ഥാന നഗരത്തിലെ ആമിഴഞ്ചാൻ തോട്ടിൽ പാഠം പഠിക്കാതെ ഇന്നും ജനങ്ങൾ മാലിന്യം വലിച്ചെറിയുകയാണ്. മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ വീണു മരിച്ച ജോയി ആരും മറന്നിട്ടുണ്ടാകില്ല. ജോയിയുടെ മരണത്തിന് പിന്നാലെ ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം സംബന്ധിച്ച തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോഴിതാ കാലവർഷം എത്തുമ്പോൾ ആമിഴഞ്ചാൻ തോട്ടിലുണ്ടായ മാറ്റം എന്താണെന്നുകൂടി കാണണം. കഴിഞ്ഞ ജൂലൈയിലാണ് മാരായമുട്ടം സ്വദേശി ജോയി മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ആമിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ചത്. പിന്നാലെ ലക്ഷങ്ങൾ മുടക്കി കോർപ്പറേഷൻ മുഴുവൻ മാലിന്യവും നീക്കി. എന്നാൽ ഇന്നലെ ജോയി വീണ ഇതേ ഇടത്ത് കണ്ട അവസ്ഥ ഇങ്ങനെയാണ്. തദ്ദേശ ആരോഗ്യ, മൃഗസംരക്ഷണം, വാട്ടർ അതോറിറ്റി, KSEB, PWD തുടങ്ങിയ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കൂ. തദ്ദേശ ആരോഗ്യ വകുപ്പുകൾക്കാണ് പ്രധാന പങ്ക്. കാലവർഷത്തിന് മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും പാലിച്ചില്ല. ഓടകൾ ശുചീകരിക്കൽ, നീർച്ചാലുകളും ജലാശയങ്ങളും വൃത്തിയാക്കൽ, ഡ്രൈഡേ ആചരിക്കൽ തുടങ്ങി സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളൊന്നും പല പഞ്ചായത്തുകളിലും നടന്നില്ല. കാലവർഷമെത്തി ദുരിതപ്പെയ്ത്ത് തുടരുമ്പോഴാണ് ഇന്ന് പലരും മഴക്കാലപൂർവ്വ ശുചീകരണത്തെപ്പറ്റി ആലോചിക്കുന്നത് പോലും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പായ്വഞ്ചിയിൽ അതിസാഹസികമായി ലോകം ചുറ്റിയ വനിതാ നാവികർ ഇന്ന് ഗോവൻ തീരമണയും. മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ K. ദിൽനയും തമിഴ്നാട് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ A. രൂപയുമാണ് അഭിമാന ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തുന്നത്. 8 മാസം നീണ്ട ദൗത്യത്തിനിടെ 40,000 കിലോമീറ്ററാണ് ഇരുവരും പിന്നിട്ടത്. ആർത്തലയ്ക്കുന്ന തിരമാല, മരം കൊച്ചുന്ന തണുപ്പ്, കൊടുങ്കാറ്റ്. പായ്വഞ്ചിയിൽ സമുദ്രത്തോട് യുദ്ധം ജയിച്ചു മടങ്ങുന്ന യോദ്ധാക്കളാണ് ലഫ്റ്റനന്റ് കമാൻഡർ K. ദിൽനയും A. രൂപയും. വൈകിട്ട് ഗോവൻ തീരത്തവരെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലാണ് INS തരിണി എന്ന ബോട്ടിൽ ഗോവയിൽ നിന്ന് ഇരുവരും യാത്ര പുറപ്പെട്ടത്. 8 മാസം കൊണ്ട് 21,600 നോട്ടിക്കൽ മൈൽ അഥവാ 40,000 കിലോമീറ്റർ ദൂരം, 4 പാദങ്ങളിലായി 4 ഭൂഖണ്ഡങ്ങൾ, നിശ്ചയദാർഢ്യം ആടിയുലയാതെയുള്ള യാത്ര. നാവികസാഗർ പരിക്രമ എന്ന ദൗത്യം ഒടുവിൽ തീരമണയുകയാണ്. The preparation for Navika Sagar Parikrama started soon after we volunteered, sir. In 2021, by December, we started our training. We were put into various schools of training schools of Indian Navy in Kochi. We were taught about the navigation, seamanship, then how to deal with emergencies and the meteorology, how to read the weather. Everything was taught in Kochi during the initial stage. That was the theory classes which we underwent initially. കോഴിക്കോട് സ്വദേശിനിയാണ് ദിൽന. മലയാളിയായ അഭിലാഷ് ടോമിയുടെ ശിക്ഷണവും കിട്ടി. 3 വർഷം നീണ്ട തയ്യാറെടുപ്പാണ് ദൗത്യത്തിനായി വേണ്ടി വന്നത്. Commander Abhilash Tommy has been training us. He has been appointed as our mentor. So then we started doing dual-handed training. വനിതാ നാവികസേന അംഗങ്ങളുടെ രണ്ടാമത്തെ മാത്രം ദൗത്യമാണ്. 2017 ആദ്യ ദൗത്യത്തിൽ 6 പേരുണ്ടായിരുന്നു. 2 പേർ മാത്രമുള്ള യാത്ര ഇതാദ്യം. റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കോനത്ത് ദേവദാസിന്റെയും റീജയുടെയും മകളാണ് ദിൽന. നാവികസേനയിലെ കമാൻഡറായ ധനേഷ് കുമാറാണ് ഭർത്താവ്. കേരളത്തിനു വേണ്ടി ഷൂട്ടിംഗ് മത്സരങ്ങളിലും അണ്ടർ-19 ക്രിക്കറ്റിലും കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ദിൽന. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇനി ചില പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. പാറശാല ടൗൺ മേഖലയിൽ കുടിവെള്ളം കിട്ടിയിട്ട് ഒരാഴ്ച. നിരന്തരമുള്ള പൈപ്പ് പൊട്ടലാണ് കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണം. വാട്ടർ അതോറിറ്റിക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ.
തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ തൈക്കൂട്ടം വിളയിൽ റോഡ് തകർന്നിട്ട് 1.5 വർഷം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ. പരിഹാരം കാണാതെ അധികൃതർ. കായംകുളം KP റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന് അടിഭാഗത്ത് മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളം KP റോഡിലെ ഓടകളുമായി ബന്ധിപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ. കഴിഞ്ഞ വർഷം വെള്ളക്കെട്ട് ഭീഷണി നേരിടാൻ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ നടപടി കൈക്കൊള്ളണമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ നടപടി. പന്നായി പാലത്തിന്റെ കൈവരികളിൽ ബാരിക്കേഡ് സ്ഥാപിച്ചു. പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗത്തിന്റെ കീഴിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് ബാരിക്കേഡ് നിർമ്മാണം ആരംഭിച്ചത്. ചെങ്ങന്നൂർ ആദിപമ്പയിലെ അശാസ്ത്രീയ മണലൂറ്റ് കാരണം തീരമിടിച്ചിൽ വ്യാപകമെന്ന് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ 200 മീറ്ററോളം തീരം ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചിരുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ തീരമിടിച്ചിൽ രൂക്ഷമാകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. ഇനി കായിക വാർത്തകളാണ്. IPL ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് രാത്രി 7:30 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ബാറ്റിൽ ഓഫ് ഈക്വൽസ് ക്വാളിഫയർ 1-ലെ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 14 മത്സരങ്ങൾ, 9 ജയം, 4 തോൽവി, 17 പോയിന്റ്. നേർക്കുനേർ വന്ന 2 പോരാട്ടങ്ങളിൽ 1 വീതം ജയം. കരുത്തിലും കണക്കിലും ഒപ്പത്തിനൊപ്പമുള്ള 2 ടീമുകൾ കലാശപ്പോരിൽ കണ്ണുവെച്ച് കളത്തിലെത്തുന്നു. IPL-ന്റെ ആദ്യ സീസൺ മുതൽ കളിക്കുന്നവരെങ്കിലും ഇതുവരെ കപ്പില്ല എന്ന നാണക്കേട് തീർക്കാൻ സുവർണാവസരമാണ് പഞ്ചാബിനും ബംഗളൂരുവിനും. ഇന്ന് തോറ്റാലും ഫൈനലിലെത്താൻ വീണ്ടും ഒരു അവസരമുണ്ടെങ്കിലും ആ റിസ്കിന് തുനിയില്ല ഇരുകൂട്ടരും. 11 സീസണിന് ശേഷമുള്ള പ്ലേ ഓഫ് പ്രവേശം വെറുതെ മടങ്ങാനല്ലെന്ന നിലപാടിലാണ് പഞ്ചാബ് കിങ്സ്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്ക് കിരീടം സമ്മാനിച്ച ശ്രേയസ് അയ്യർ പഞ്ചാബിന്റെയും ശ്രേയസ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പ്രബ്രിസ്മാൻ സിംഗ്, പ്രിയാൻഷ് ആര്യ, ജോഷ് ഇംഗ്ലീസ്, ശശാന്ത് സിംഗ്, നെഹാൽ വധേര തുടങ്ങി പവർ ഹിറ്റർമാരുടെ കൂടാരമാണ് പഞ്ചാബ് ബാറ്റിംഗ് നിര. അർഷദീപ് നേതൃത്വം നൽകുന്ന ബൌളിംഗ് നിരയും ഇതുവരെ തരക്കേടില്ലാതെ പന്തെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ 16 വിക്കറ്റുള്ള മാർക്കോ യാൻസന്റെ മടക്കം ബൌളിംഗ് നിരയുടെ മൂർച്ച കുറയ്ക്കും എന്നുറപ്പ്. ഏറെക്കാലം കാത്തിരുന്ന ആ സീസൺ ഇതാണെന്ന പ്രതീക്ഷയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കഴിഞ്ഞ മത്സരത്തിൽ ലക്നൌവിനെതിരായ അവിശ്വസനീയ ജയം പോലും അതിന്റെ സൂചന. വിരാട് കോഹ്ലി തന്നെയാണ് ഇത്തവണയും ടീമിന്റെ കരുത്ത്. ഫിൽ സാൾട്ട്, ജിതേഷ് ശർമ്മ തുടങ്ങിയവരും കത്തിക്കയറിയാൽ RCB വീണ്ടും ഒരു ഫൈനൽ കളിക്കും. എന്നാൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും 200 റൺസിലധികം വിട്ടുകൊടുത്ത ബൌളിംഗ് നിരയെക്കുറിച്ച് ആശങ്കകൾ ഏറെയുണ്ട്. ജോഷ് ഹേസൽവുഡ് തിരിച്ചെത്തുന്നതോടെ അതിന് പരിഹാരമാകുമെന്ന് ബംഗളൂരു പ്രതീക്ഷിക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. വേൾഡ് ഹങ്കർ ഡേയിൽ CSR പ്രവർത്തനങ്ങൾക്ക് 150 കോടി രൂപ ചെലവഴിക്കുമെന്ന പ്രഖ്യാപനവുമായി മലബാർ ഗ്രൂപ്പ് ആരംഭിച്ച ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതിയിൽ ഒരു വർഷത്തിനകം 2.5 കോടി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന CSR ദിനാചരണ ചടങ്ങ് നീതി ആയോഗ് മുൻ സിഇഒയും G20 ഷെർപ്പയുമായ അമിതാഭ് കാന്ത് ഉദ്ഘാടനം ചെയ്തു. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നതാണ് മലബാർ ഗ്രൂപ്പ് ആരംഭിച്ച ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായി പ്രതിദിനം 70,000 ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്യുന്നത്. ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങളിലെ 167 കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും 60,000-ലധികം പേർക്ക് ഭക്ഷണപ്പൊതികൾ നൽകുന്നു. എത്ര ദരിദ്രനും എത്ര പൈസക്കാരനും എത്ര എന്തൊക്കെ ഉണ്ടായാലും വിശപ്പ് ഒരു വലിയ പ്രയാസമാണ്. വിശപ്പില്ലാത്തവരെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമ്മളെല്ലാം ലോകത്താകെ 29 കോടി ജനസംഖ്യ വിശപ്പ് അനുഭവിക്കുന്നു എന്നാണ് UN തന്നെ കണക്ക്. 820 കോടി ജനസംഖ്യയുള്ള നമ്മുടെ ലോകത്ത് നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ അത് ഇല്ലാതാക്കാൻ പറ്റും. അത് നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഞങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളെ കൂടെയുണ്ട്. വേൾഡ് ഹങ്കർ ഡേയിൽ ഈ വർഷം CSR-ന് 150 കോടി രൂപ ചെലവഴിക്കാനും മലബാർ ഗ്രൂപ്പ് തീരുമാനിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മലബാർ ഗ്രൂപ്പ് നിരവധി സഹായങ്ങളാണ് ചെയ്തുവരുന്നത്. മറ്റൊരു സ്വകാര്യ സ്ഥാപനങ്ങളും ചെയ്യാത്ത സഹായങ്ങളാണ് മലബാർ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് G20 ഷെർപ്പ അമിതാഭ് കാന്ത്. Innovative spirit of India, and it's a great moment of, to me, a great moment of pride that an Indian corporate group could spread all over the world and transform the lives of citizens in such a big manner. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തുടക്കം മുതൽ സാമൂഹിക ക്ഷേമത്തിന് കമ്പനി ലാഭത്തിന്റെ 5% നീക്കിവയ്ക്കുന്നുണ്ട്.
CSR ദിനം പ്രമാണിച്ച് രാജ്യമെമ്പാടും മലബാർ ഗ്രൂപ്പിന്റെ ഷോറൂമുകളിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. 24 ഡൽഹി. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീടുകളിൽ കോട്ടയം ജില്ലയിലെ ആദ്യ വീടിന്റെ താക്കോൽ കൈമാറി. വൈക്കം കുലശേഖരമംഗലം സ്വദേശി ടോമിച്ചൻ എബ്രഹാമിന് വേണ്ടി നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത്. 7 വീടുകളാണ് കോട്ടയം ജില്ലയിൽ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നത്. വർഷങ്ങളോളം വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്ന ടോമിച്ചനും കുടുംബത്തിനും വീടൊരു സ്വപ്നമായിരുന്നു. ജീവിതം കരക്കടുപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ഈ അവസ്ഥയിലാണ് 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ടോമി വർഗീസിന് കൈത്താങ്ങായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നിർമ്മാണം തുടങ്ങിയത്. വീടിന്റെ താക്കോൽദാനം ഇന്നലെ നടന്നു. നിലവിൽ വീടില്ലാതിരുന്ന അവസ്ഥയിൽ 24 അപേക്ഷ കൊടുത്ത് അപേക്ഷ സ്വീകരിച്ച് എനിക്ക് അതിമനോഹരമായ വീട് നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നി. പോരായ്മകളെല്ലാം ഞാനും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടായ്മയെല്ലാം കൂടി പരിഹരിച്ച് മനോഹരമായി വീട് നിർമ്മിച്ച് നൽകി. വളരെ സന്തോഷം, ഹാപ്പി. എല്ലാ കാര്യങ്ങൾക്കും എന്നെ സഹായിച്ച 24നോട് വളരെയധികം നന്ദി, എനിക്കും എൻ്റെ കുടുംബത്തിനും. 2 മുറികളുള്ള മനോഹരമായ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താക്കോൽദാന ചടങ്ങിൽ 24 കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ബിനു, വാർഡ് മെമ്പർ മജിദ എന്നിവർ പങ്കെടുത്തു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ 7 വീടുകളിൽ ആദ്യത്തെ താക്കോൽദാനം കഴിഞ്ഞു. നമ്മുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അല്ല, കൃത്യസമയത്ത് തന്നെ എല്ലാം നടക്കുന്നുണ്ട്. ഇനി അടുത്ത 6 കൂടെ ഉണ്ട്. അത് ഉടനെ തന്നെ അതും അതിൻ്റെ കൂടെ തന്നെ തീരും. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന പദ്ധതിയിൽ 100 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 7 വീടുകളാണ് കോട്ടയം ജില്ലയിലുള്ളത്. 24 കോട്ടയം. പൊറോട്ടയ്ക്കൊപ്പം ഗ്രേവി സൗജന്യമായി നൽകേണ്ടതില്ല എന്ന ഉപഭോക്തൃ കോടതിയുടെ നിരീക്ഷണം വലിയ ചർച്ചയാവുകയാണ്. എന്നാൽ വിഷയത്തിൽ തുടർ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് പരാതിക്കാരനായ എറണാകുളം സ്വദേശി ഷിബു. കേവലം ഗ്രേവി തർക്കമല്ലതെന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമാണെന്നുമാണ് ഷിബുവിന്റെ നിലപാട്. അടിച്ചുപരത്തി ചൂട് പറക്കുന്ന പൊറോട്ട, നല്ല ചൂട് ബീഫ് കറി, രണ്ടുപേരും കോടതി കയറിയ കഥയാണിത്. ഗ്രേവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ്. പൊറോട്ടയും ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തപ്പോൾ അത് സപ്ലൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഗ്രേവി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഗ്രേവി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറില്ല, അത് ഞങ്ങളുടെ പോളിസി അല്ല എന്നാണ് പറഞ്ഞത്. 2024 പരാതിക്കാസ്പദമായ സംഭവം. ഗ്രേവി കാര്യം വെറുതെ വിടാൻ ഷിബു തയ്യാറല്ല. അപ്പോൾ ഇത് രണ്ട് ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഒന്ന് പൊറോട്ട, ഒന്ന് ബീഫ് ഫ്രൈ. അപ്പോൾ ഇതെങ്ങനെ കഴിക്കും? വളരെ പ്രയാസപ്പെട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഈ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. പരാതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വരെ എത്തി. കോടതിയുടെ നിരീക്ഷണം ഗ്രേവി പ്രിയരുടെ നെഞ്ചത്തുള്ള അടിയായിരുന്നു. ഗ്രേവി കൊടുക്കണമെന്ന നിയമമില്ലെന്ന് കോടതി. യഥാർത്ഥത്തിൽ ഈ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർക്കെതിരെ ഉള്ളൊരു വിധിയാണ്. ഇപ്പോൾ എറണാകുളം പോലുള്ളൊരു സ്ഥലത്ത് 100 കണക്കിന് 1000 ചെറുപ്പക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചെറിയ വരുമാനമുള്ളവരാണ്. അവർ രാവിലെ വൈകിട്ടൊക്കെ എന്തെങ്കിലും ഒരു ദോശയോ അപ്പമോ പിന്നെ ഒരു പൊറോട്ടയോ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചാറ് വാങ്ങിച്ച് ഒരു ഗ്രേവി വാങ്ങിച്ച് കഴിക്കാൻ അവർക്ക് വരുമാനമേ ഉള്ളൂ. സാഹചര്യം ചില ഹോട്ടലുകൾ ഇപ്പോൾ മുതലെടുക്കുകയാണ്. കോടതി നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗജന്യ ഗ്രേവി പൂർണ്ണമായും നിർത്തലാക്കി. ഈ ബീഫ് ഫ്രൈ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഗ്രേവി വേണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഒരു ബീഫ് കറിയും കൂടെ വാങ്ങിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറി വാങ്ങിക്കണം. കൂടുതലായിട്ട് ബിസിനസ് നടക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ഹോട്ടലുകാരൻ്റെ ഉള്ളത്. 100-150 മുടക്കി കറി വാങ്ങാൻ കഴിയാത്ത എത്ര പേരുടെ നാടാണിത്. ഗ്രേവിയിൽ ആശ്വാസത്തിന്റെ രുചി കണ്ടെത്തുന്ന എത്ര സാധാരണക്കാരുണ്ട് നമുക്ക് ചുറ്റും. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഷിബുവിന്റെ പോരാട്ടം അവർക്ക് വേണ്ടിയാണ്. ഈ കേസ് കൊടുക്കുമ്പോൾ ഇത് എൻ്റെ മാത്രം ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ വിധി വന്നതിന് ശേഷം കേരളത്തിൽ വ്യാപകമായിട്ട് തന്നെ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭം സാധാരണപ്പെട്ട ഉപഭോക്താക്കളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ ബാലാഴി, 24. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം അടുത്ത മാസം 10 രാവിലെ 11 മണിക്ക്. പത്തനംതിട്ട പുതുശ്ശേരിമല ഗവൺമെന്റ് UP സ്കൂളിൽ UP വിഭാഗത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് തസ്തികകളിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ജൂൺ 2. കോട്ടയം BVM ഹോളി ക്രോസ് കോളേജിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. നെറ്റ് PhD ഉള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 40 വയസ്സ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.
അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഐ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. IT, ബാങ്കിംഗ്, ഡിസൈനിംഗ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. തൃശൂർ ജില്ലയിലെ പുതുക്കാട്ട് താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒഴിവ്. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന. പ്രായപരിധി 50 വയസ്സ്. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. ഉരുൾപൊട്ടൽ ദുരിതബാധിതരോടുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ വിലങ്ങാട് തുടങ്ങി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ദുരിതബാധിതർക്ക് മതിയായ സഹായം ലഭിച്ചില്ല. ദുരിതബാധിതരുടെ ലിസ്റ്റിൽ അനർഹർ കയറിപ്പറ്റി തുടങ്ങിയവയാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇന്നലെ വില്ലേജ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ സമരം നടത്തിയിരുന്നു. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രജിൻ, ഗുഡ് മോർണിംഗ്. വിലങ്ങാടുകാരുടെ ഹർത്താൽ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJPയും ചേർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പ്രധാനമായും ഈ പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഉരുൾപൊട്ടലുണ്ടായി 1 വർഷം പിന്നിട്ടിട്ടും ഇവർക്ക് മതിയായ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തവണയും മഴയുണ്ടായപ്പോൾ നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ ഒരു ഉരുൾപൊട്ടലിന്റെ സാഹചര്യം കൂടി, അങ്ങനെ ഒരു ഭീഷണി കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പലതവണ മന്ത്രിമാരുൾപ്പെടെ ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ആ പ്രദേശത്തെത്തി സന്ദർശനം നടത്തിയതാണ്. പക്ഷെ മതിയായ സൗകര്യങ്ങൾ, മതിയായ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അവർ പലരും ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുകയാണ്. വീട് തകർന്നവർക്ക് പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ശരിയാക്കി കൊടുത്തിട്ടില്ല. കൂടാതെ തന്നെ ഈ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ തന്നെ ക്രമക്കേടുണ്ട് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്നലെയും അതിന് 2 ദിവസം മുൻപും വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രദേശവാസികൾ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നലെ നേരിയ സംഘർഷത്തിലേക്കൊക്കെ ഈ പ്രതിഷേധം വഴിമാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഹർത്താൽ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടിക്കുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സർക്കാർ. അഡ്വക്കേറ്റ് ജനറലിനോട് ഇന്നലെ നിയമോപദേശം തേടിയിരുന്നു. മറുപടി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും തുടർ നീക്കങ്ങൾ. അപകടത്തിനു പിന്നാലെ കണ്ടെയ്നറുകളും അസംസ്കൃത വസ്തുക്കളും തീരത്തടിഞ്ഞതോടെ ഇവ നീക്കം ചെയ്യാനായി വലിയ തുകയാണ് സർക്കാരിന് ചെലവായത്. ജനങ്ങൾ പരിഭ്രാന്തരാവുകയും ചെയ്തതോടെയാണ് സർക്കാർ നടപടി. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കാൻ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. കടലിൽ വീണ കണ്ടെയ്നറുകൾ ഇപ്പോഴും വിവിധ ജില്ലകളുടെ തീരങ്ങളിലേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. കണ്ടെയ്നറുകൾ സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയാണ് മാറ്റുക. അമേരിക്കയിലെ T&T ഷിപ്പിംഗ് കമ്പനിക്കാണ് അതിന്റെ ചുമതല. കപ്പലിലെ എണ്ണ നീക്കം ചെയ്യാൻ ജൂലൈ 3 വരെയാണ് കമ്പനി സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ അപകടകരമായ ഒരു ഇന്ധനവും കടലിൽ കലർന്നിട്ടില്ലെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കേരള തീരത്തെത്തിയ കണ്ടെയ്നറുകളിലെ പോളിമർ പ്ലാസ്റ്റിക്കുകൾ സംസ്കരിക്കാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. ഇനി നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. എറണാകുളം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് പണം കവർന്ന മലയാളികൾ പിടിയിലായിരിക്കുന്നു. 5 അംഗ സംഘത്തെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇവര് മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതികളാണെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സംഭവം. പോഞ്ഞാശ്ശേരിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ 5 അംഗ സംഘം കത്തിയുമായി എത്തി അവരെ ഭീഷണിപ്പെടുത്തി 37,000 രൂപ കവർന്നെടുത്തത്. പിന്നാലെ അതിഥി തൊഴിലാളികൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചത് അറിഞ്ഞ ഈ പ്രതികൾ മറ്റൊരിടത്തേക്ക് മാറുകയായിരുന്നു. പിന്നീട് പെരുമ്പാവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അതിസാഹസികമായാണ് ഈ പ്രതികളെ പിടികൂടിയത്. ഇവരുടെ പേരുകൾ ഇങ്ങനെയാണ്: പോഞ്ഞാശ്ശേരി സ്വദേശികളായ റിൻഷാദ്, സലാം, വെലികുളം സ്വദേശി ബേസിൽ, സലാഹുദ്ദീൻ, ചേലക്കുളം സ്വദേശി അനു. ഈ ക്രിമിനൽ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. ഇതിൽ ചില ആളുകൾക്ക് 7ഓളം ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇന്ന് കടക്കും. ഈ അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പണം തട്ടുന്ന ഒരു സംഘം ഒരുപക്ഷെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കത്തിയടക്കം ഉപയോഗിച്ച് ഇവർക്ക് നേരെ അതിഥി തൊഴിലാളികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്.
ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.